നമ്മൾ വായനയെക്കുറിച്ച് പൊതുവേ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, അത് വളരെ അനായാസമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണെന്നുള്ളതാണ്. അതിൻ്റെ അതിൻ്റെ കാരണം പുസ്തകങ്ങളും വായനശാലകളും ആ വളരെ വലിയ തോതിൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യപ്രവൃത്തിയുടെ ഒരിടം എന്ന നിലയിലാണ് നമ്മളതിനെ ആർക്കും വായിക്കാം, ആർക്കും എഴുതാം എന്നുള്ളതിലേക്ക് വരുന്നത്. അപ്പോഴും ഇതൊരു സർഗപരമായ ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിൽ, എഴുത്ത് പോലെ തന്നെ സർഗാത്മകത ഉള്ള ഒരു പ്രവൃത്തിയാണ് വായന. സ്വാഭാവികമായിട്ടും ഈ സർഗശേഷി എന്നുള്ളത് ഒരാൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ അയാൾ ഒരു പ്രതിഭയായിട്ട് ജനിക്കുന്നു എന്ന് നമുക്കൊരു സങ്കല്പമുണ്ട്. ഞാനതിനോട് യോജിക്കാത്ത ഒരാളാണ്. പ്രതിഭാശക്തി എന്നുള്ളത് മനുഷ്യൻ അയാളുടെ നിരന്തരമായ അധ്വാനം കൊണ്ടും അതിന്മേലുള്ള അയാളുടെ ഒരു പ്രതിബദ്ധത കൊണ്ടും വളർത്തിയെടുക്കുന്ന ഒരു ശേഷിയാണ്. എല്ലാ മനുഷ്യരിലും പ്രതിഭാശേഷിയുണ്ട്. ആ പ്രതിഭാശേഷിയെ അതിലേക്ക് കൂടുതൽ നമ്മൾ പണിയെടുക്കും തോറും, അതിൽ അധ്വാനിക്കും തോറും അത് വളരുകയും വികസിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പാട്ട് പാടാൻ ശേഷിയുള്ള ഒരാൾ, അല്ലെങ്കിൽ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ഒരാൾ, അയാൾ ചെറുപ്പം മുതലേ പാട്ട് കേൾക്കുന്നു, അയാൾക്ക് ഇഷ്ടപ്പെട്ട ഗായകരെ അയാൾ ശ്രദ്ധിക്കുന്നു, അത് അനുകരിക്കുന്നു, തുടർച്ചയായിട്ട് ആ ഗായകൻ പാടിയതുപോലെ തന്നെ പാടാൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ പാട്ടിൽ അയാളൊരു പരിശീലനം ഉണ്ട്. പാട്ട് പാടുന്നതിൽ നിരന്തരമായൊരു പരിശീലനമുണ്ട്. ആ പരിശീലനത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് നിന്ന് പാടാൻ തുടങ്ങുന്നത്. അതിൽ തന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, പാട്ട് പഠിക്കാൻ അതിലൊരു പരിശീലനം വേറെ രീതിയിൽ ശരിക്കും വളരെ ശാസ്ത്രീയമായ പരിശീലനം നേടാനായിട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ പാടുന്ന ആൾ പോലും അയാൾ സ്വന്തം നിലയിൽ ഒരു പരിശീലനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു കലാവിഷ്കാരത്തിലൊരു പരിശീലനം ആവശ്യമാണ്. ഇപ്പോൾ ചിത്രകല നമ്മളെടുത്താൽ അതിന് പരിശീലനം ആവശ്യമാണ്. നൃത്തം എടുത്താൽ അതിലും നല്ല പരിശീലനം വേണം. പരിശീലനം നേടിയ ഒരാളാണ് പിന്നെ അതിൽ ഒരു പ്രതിഭയായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ വായനയുടെ കാര്യം വരുമ്പോൾ ഒന്നാമത് അതൊരു ആർട്ടാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ, ആ രീതിയിൽ നിരന്തരമായിട്ട് വായിക്കുന്ന ഒരാൾ അതിലൊരു പരിശീലനം നടത്തുകൂടി ചെയ്യണം. അപ്പോൾ ആ പരിശീലനത്തിന് ഒരു ആർട്ടിസ്റ്റിക്കായിട്ടുള്ള, കലാപരമായിട്ടുള്ള ഒരു രീതി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ രീതി വെച്ച് നോക്കുമ്പോൾ ഏത് പുസ്തകം വായിക്കണം, ഏത് പുസ്തകം വായിക്കരുത് എന്ന് നമുക്ക് ഒരു വായനക്കാരനോട് പറയാൻ പറ്റത്തില്ല. കാരണം വായനക്കാരന് അയാളുടെ പരിശീലനത്തിൽ നിന്ന് തന്നെ അയാളിലെ വായനയിലെ അനാവശ്യമായിട്ടുള്ള ഘടകങ്ങളെ ഒഴിവാക്കാൻ ആ പരിശീലനം കൊണ്ട് അയാൾ പടിപടിയായിട്ട് ഒരു ശീലം ആർജിച്ചെടുക്കുന്നു, ഒരു വാസന ആർജിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ട്രാഷായിട്ടുള്ള പോപ്പുലർ ഫിക്ഷനോ മറ്റോ ഒക്കെ വായിച്ചു തുടങ്ങുന്ന ഒരാൾ, അയാളുടെ വായനയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കുകയും അതിനടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് പോവുകയും കുറച്ചുകൂടെ ദാർശനികതയും ആത്മാവിഷ്കാരവും ഒക്കെയുള്ള കൃതികളിലേക്ക് പോവുകയും അതിലൂടെ അയാളൊരു അഭിരുചി വളർത്തിയെടുക്കുകയും ചെയ്യുന്നുവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വായനക്കാരായ ആളുകളോട് എനിക്ക് വ്യക്തിപരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അയാളുടെ വായനയിൽ ഒരു പ്രോഗ്രസീവ് ആയിരിക്കണം എന്നുള്ളതാണ് വായന. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൽ നിന്ന് അതിനേക്കാൾ കുറച്ചുകൂടി ഉയരത്തിലുള്ള ഒരു പുസ്തകത്തിലേക്ക് വായന സഞ്ചരിക്കുമ്പോൾ മാത്രമേ അതൊരു സർഗപ്രവൃത്തിയാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ ആ വായനയിൽ അയാളൊരു ഉന്നതമായിട്ടുള്ള, വായനക്കാരനൊരു ഉന്നതമായ ഭാവുകത്വം രൂപപ്പെടുത്തിയെടുക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു.